തോമസ് എംഎൽഎയുടെ അപകടത്തിന് പിന്നാലെ വിവാദത്തിൽപ്പെട്ട ഓസ്കർ ഇവന്റിന് തൃശൂർ കോർപ്പറേഷൻ വഴിവിട്ട സഹായങ്ങൾ ചെയ്തെന്ന് പരാതി. ഓസ്കർ ഉടമ ജനീഷ് PS-ന് കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള അതിഥി മന്ദിരം കൈമാറിയത് സംബന്ധിച്ചാണ് പരാതി. നഗരത്തിലെ കണ്ണായ സ്ഥലത്തുള്ള കെട്ടിടം ജനീഷിന് കുറഞ്ഞ വാടകയ്ക്ക് കൈമാറിയതിന് പിന്നിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓസ്കർ ഇവന്റ്സുമായി കോർപ്പറേഷന് വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് ആരോപണം. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള അതിഥി മന്ദിരമായ ബിനി ടൂറിസ്റ്റ് ഹോം ഓസ്കാർ ഉടമ PS ജനീഷിന് വാടകയ്ക്ക് നൽകിയത് സംബന്ധിച്ചാണ് ഇപ്പോൾ പരാതികൾ ഉയരുന്നത്. കുറഞ്ഞ വാടകയ്ക്ക് ജനീഷിന് കെട്ടിടം കൈമാറിയതിന് പിന്നിൽ വൻ അഴിമതിയുണ്ട്. ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളുടെയും അറിവോടെയാണ് ഈ വഴിവിട്ട നീക്കങ്ങൾ നടന്നിട്ടുള്ളതെന്നും പരാതിക്കാരനായ അഭിഭാഷകൻ K. പ്രമോദ് പറയുന്നു. 7.5 ലക്ഷം രൂപ കോർപ്പറേഷന് കിട്ടുന്നു. ഇത് 30 ലക്ഷം രൂപയ്ക്ക് കീഴ്വാടകയ്ക്ക് കൊടുക്കുന്നു. ഇതിന് സഹായം നിന്ന 3 പേരുണ്ട്. ഈ 3 പേര് ഇതിൽ പങ്കുവച്ചവടക്കാരാണ്. ഈ മേയർ ഇദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ അനൂപ് ഡേവിസ് കാട എന്ന കൗൺസിലറുണ്ട്, വർഗീസ് കണ്ടംകുളത്തി എന്ന വേറൊരു കൗൺസിലറുണ്ട്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, മേയർക്ക് കൃത്യമായിട്ട് അറിയാം അയാൾ ചെയർ ചെയ്ത ഒരു മീറ്റിങ്ങിലും ഇത് കീഴ്വാടകയ്ക്ക് കൊടുക്കാൻ അനുവാദം കൊടുത്തിട്ടില്ലാണ്. പിന്നെ എങ്ങനെയാണ് അവിടെ സഫയർ, യോയോ മോമോ, അതുപോലെ തോംസൺ കാസ എന്നിവരുടെയൊക്കെ കടകൾ വന്നിക്കണേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ബിനി ടൂറിസ്റ്റ് ഹോം ജനീഷിന് നൽകുന്നതിനായി നിരവധി കരാർ ലംഘനങ്ങളാണ് നടത്തിയത്. കെട്ടിടത്തിനായി ഓഫർ അപേക്ഷകൾ നൽകിയ മറ്റ് 4 പേരെ ഇതിനായി ഒഴിവാക്കി. കരാർ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കെട്ടിടം പൊളിച്ചുപണിയാനുള്ള അനുമതിയും നൽകി. നവീകരണം പൂർത്തിയാക്കിയ ബഹുനില കെട്ടിടം അധികൃതരുടെ അറിവോടെയാണ് വ്യവസ്ഥകൾ ലംഘിച്ച് കീഴ്വാടകയ്ക്ക് നൽകിയത് എന്നിങ്ങനെ ഒട്ടേറെ ആരോപണങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. ഞാൻ ഈ മാസം അവസാനത്തോടുകൂടി ഒരു വിജിലൻസ് കേസ് ഇവർക്കെതിരെ എല്ലാം, അതായത് ഇതിന് കൂട്ടുനിൽക്കുന്നത്, കാരണം ഒഫീഷ്യൽ പോസ്റ്റാണ് പ്രതിപക്ഷ നേതാവിൻ്റെ, അദ്ദേഹത്തിനെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് കേസ് മൂവ് ചെയ്യും. കാരണം ഇവരാരും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇവരൊക്കെ ഇനി ഇലക്ഷൻ അടുക്കുമ്പോൾ ഓരോന്നും കൊണ്ടുവരും. അപ്പോൾ അതിനു മുമ്പ് ഇവരുടെ സീറ്റ് അവകാശവാദമൊക്കെ വരുമ്പോൾ ഇവരെ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവർ നിന്ന് ഈ 5 കൊല്ലം 24, 6 പിന്നെ ഈ നിലയിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങൾ മുഴുവൻ നടക്കുന്നത്. പങ്ക് കച്ചവടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് ബിനി ടൂറിസ്റ്റ് ഹോം നടത്തിപ്പിനായി കോർപ്പറേഷന് നിലവിൽ 7.5 ലക്ഷം രൂപ വാടക നൽകുന്ന ജനീഷ് കീഴ്വാടകക്കാരിൽ നിന്ന് 30 ലക്ഷം രൂപ കൈപ്പറ്റുന്നുണ്ടെന്നും ആരോപണമുണ്ട്. അധികൃതരുടെ അറിവോടെ നടക്കുന്ന ഈ കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പരാതികളുണ്ടായിട്ടും വിഷയത്തിൽ കോർപ്പറേഷൻ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ വിജിലൻസിനെ സമീപിക്കുമെന്നും പ്രമോദ് പറയുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.